ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ ചേന എലിശ്ശേരിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. ഇത് കഞ്ഞിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ സദ്യ സ്പെഷ്യൽ ചേന വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇതിപ്പോൾ 700 ഗ്രാം ചേനയാണുള്ളത്. അപ്പം നമ്മുടെ ഈ ചേനയുടെ ഒരു 500 ഗ്രാം ചേനയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ചില ചേന വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെയാണെങ്കിൽ കുക്കറിൽ 2-3 വിസിൽ വെക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ഈ ചേനയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ചേനയാണ്. പ്രത്യേകിച്ചും ഓണ സമയത്തൊക്കെ കിട്ടുന്ന ചേന എന്ന് പറയുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വൻപയറും അതുപോലെ തന്നെ ഈ ചേനയും ഒരുമിച്ചാണ് കുക്കറിലിട്ട് വേവിക്കുന്നത്. അങ്ങനെ ചേനയുടെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഒരു മീഡിയം സൈസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേന വെച്ചിട്ടോ മത്തം വെച്ചിട്ടോ ഒക്കെ നമ്മൾ എരിശ്ശേരി തയ്യാറാക്കാറുണ്ട്. ചേനയുടെ കൂടെ ഞാനിപ്പോൾ അല്പം വൻപയറും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ ചേന കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചിലർക്ക് കൈയൊക്കെ ഒന്ന് ചൊറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയ ശേഷം വേണം ചേനയൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ ശേഷം മതി നമുക്ക് കഴുകിയെടുക്കാൻ. അപ്പോൾ ആദ്യം നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചേന ചൊറിയാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. 1 കിലോ ചേന വയ്ക്കുമ്പോൾ നമ്മൾ വൻപയർ ചേർക്കുന്നത് 1/3 കപ്പാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുള്ളൂ. എപ്പോഴും പയറൊക്കെ നാലേ ദിവസം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിലാണ് പെട്ടെന്ന് വെന്ത് ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഓവർനൈറ്റാണ് ഞാനിന്ന് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഇത് സോക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഡബിൾ സൈസ്. അതുപോലെ വൻപയർ ഒന്ന് 1-2 പ്രാവശ്യം ഒന്ന് കഴുകി കല്ലൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയ ശേഷം വേണം സോക്ക് ചെയ്ത് വെക്കാൻ. അങ്ങനെ വൻപയറെല്ലാം ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചുമന്ന കളറിലുള്ള ഒരു വൻപയറാണ്. ഇതുപോലെ തന്നെ നമുക്ക് വൈറ്റ് കളറിലും വൻപയർ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഏത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ റെഡ് കളർ ആകുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിലത്തെ സോക്ക് ചെയ്ത വെള്ളമൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമുക്കത് കുക്കറിലാണ് ഞാനിപ്പോൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചേനയാണ് ഞാനിപ്പോൾ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ചേനയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനിയാണ് ഞാൻ കഴുകാൻ എടുക്കുന്നത്. നമുക്കിതിലേക്ക് കഴുകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. അങ്ങനെ ചേനയൊക്കെ 1-2 പ്രാവശ്യം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ചേർക്കാം. അങ്ങനെ ഞാനൊരു കുക്കറൊക്കെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേനയാണ് ചേർക്കുന്നത്. കഴുകി അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള വൻപയറാണ് ചേർക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, ചേനയ്ക്ക് വേവ് കുറവാണെങ്കിൽ മാത്രം ഇതുപോലെ രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചേന വെന്ത ശേഷം മതി ഈ പയർ ചേർത്ത് വേവിക്കാൻ. പയർ ചേർത്ത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് 1 വിസിൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു പച്ചമുളക്. ഇത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. 1/2 കപ്പ് വെള്ളം വേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഒഴിച്ചുകറി പോലെ അത്ര നീളത്തിൽ ഗ്രേവി ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് 1 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. 1 വിസിൽ വെന്ത ശേഷം നമുക്കത് തുറന്ന് നോക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ചേനയൊക്കെ വേകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പീരി ഒന്ന് തയ്യാറാക്കാം. 1/2 മുറി തേങ്ങയാണ് ഞാനിതിലേക്ക് കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് കറക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പീരിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ മാറ്റി വെച്ച ശേഷം വേണം അരപ്പ് തയ്യാറാക്കാൻ. ഈ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് കടുക് വറക്കുമ്പോൾ ചേർക്കാനുള്ളതാണ്. അങ്ങനെ വറുത്തിടാൻ വേണ്ടിയിട്ട് ഇത്രയും തേങ്ങയെ മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ അല്പം കൂടുതലാണ് നമ്മൾ ഈ എരിശ്ശേരി തയ്യാറാക്കുമ്പോൾ ചേർക്കാറുള്ളത്. അരപ്പിന് മാറ്റി വെച്ച തേങ്ങയിലേക്ക് ഒരു 5 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 3 കൊച്ചുള്ളി. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. അവിയലിന് അരയ്ക്കുന്ന പോലെ തരിതരിപ്പായിട്ടല്ല അരയ്ക്കേണ്ടത്. മോരുകറിക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. നല്ല ജീരകമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം. അങ്ങനത്തെ നമ്മുടെ അരപ്പൊക്കെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അങ്ങനത്തെ നമ്മുടെ കുക്കറൊക്കെ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം.
ചേനയും വൻപയറൊക്കെ വെന്ത് കിട്ടിയ പോലെ ഉണ്ട്. ഇളക്കുമ്പോൾ തന്നെ ചേനയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്, അതുപോലെ പയറും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു മൺചട്ടിയിലേക്കാണ് മാറ്റുന്നത്. അതിനെന്താ ഞാനൊരു മൺചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചേനയും വൻപയറുമാണ് ചേർക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ്. അതിനുശേഷം മിക്സി ഒന്ന് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനെന്താ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ അരപ്പൊന്ന് തിളയ്ക്കുന്ന വരെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത്. അരപ്പിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം. അതിനകത്ത് സ്റ്റൗവൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പൊന്ന് മിക്സ് ചെയ്യാം. ചേന ഇങ്ങനെ വല്ലാണ്ട് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് അതിൻ്റെ പീസൊക്കെ കിടക്കണം. ഇനി അരപ്പും അതുപോലെ തന്നെ വൻപയറും എല്ലാമായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതാ തിക്കായിട്ട് തന്നെ വരുന്നുണ്ട്, ചെറുതായിട്ടൊരു തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്താ നമ്മുടെ എരിശ്ശേരിയെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട്, നന്നായി തിളച്ച് അരപ്പിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ ചേനയും ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് കഞ്ഞിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ചേന എരിശ്ശേരി. അപ്പോൾ നമുക്കതൊന്ന് കടുക് താളിക്കാം. അങ്ങനെ എന്താ കടുക് താളിക്കാൻ വേണ്ടി ഒരു തട്ട്കാപ്പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം, കാരണം നമുക്ക് ഇതിൽ തന്നെ തേങ്ങയും കൂടി വറുത്തെടുക്കാനുള്ളതാണ്. അങ്ങനെ എണ്ണയൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇത് എണ്ണയൊക്കെ ഒരുവിധം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 3/4 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. അങ്ങനത്തെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് ചേർക്കേണ്ടത്. ഒരു 4-5 കൊച്ചുള്ളി വട്ടത്ത് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 2 തണ്ട് കറിവേപ്പില. പിന്നെ ചേർക്കേണ്ടത് ഒരു 3 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തത്. ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ തേങ്ങാപ്പീരയൊക്കെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തേങ്ങ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങയൊക്കെ നന്നായി മുരിഞ്ഞ് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടത് എരിശ്ശേരിയിലേക്ക് ചേർക്കാം. അങ്ങനത്തെ വറവാണ് ഞാൻ എരിശ്ശേരിയിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനത്തെ സദ്യ സ്പെഷ്യൽ ചേന എരിശ്ശേരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ഡിഷ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.